കൊച്ചിയിലെ ഫ്ലവർ ഷോയ്ക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകി കോർപ്പറേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗം. ഫ്ലവർ ഷോ ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് നടപടി. ഇന്നലെ ഫ്ലവർ ഷോ നടക്കുന്ന സ്ഥലത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് വീണ് ഒരു സ്ത്രീക്ക് പരിക്കേറ്റിരുന്നു. അപകട വിവരം സംഘാടകരെ അറിയിച്ചെങ്കിലും സഹായിച്ചില്ല എന്ന് പരിക്കേറ്റ ബിന്ദു ആരോപിച്ചു. അവിടെ ഒരു പ്ലാറ്റ്ഫോം പോലെ ഇതുണ്ടായിരുന്നു. ഞങ്ങളത് ശരിക്കും പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കില്ല. നടന്നു പോണ ആ കാർപ്പറ്റിൻ്റെ മുകളിൽ വെറുതെ ഇട്ടേക്കായിരുന്നു. അതിൽ തട്ടി ബാക്കിലേക്ക് വൈഫ് വീണെന്ന് പറഞ്ഞാൽ ശരിക്കും എടുത്തടിച്ച പോലെ മലന്നാണ് വീണ്. കൈ കുത്തിയിട്ട് കൈയുടെ റിസ്റ്റ് ഭാഗം ഒടിഞ്ഞു പോയി. ഉടനെ തന്നെ അവിടെ കൂടിയിരുന്നവരെല്ലാവരും കൂടി പൊക്കിയിട്ട് ഒരു ഗേറ്റിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഫസ്റ്റ് എയ്ഡ് എന്തെങ്കിലും ഉണ്ടെന്ന് ഞാൻ ചോദിച്ചു. എന്തൊക്കെ ഇട്ടാനായിട്ട് ഒരു ഫസ്റ്റ് എയ്ഡും ഇല്ല, ആംബുലൻസ് ഇല്ല, ഒന്നുമില്ല. സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും ഫ്ലവർ ഷോ തുടരുകയാണ്. ഇപ്പോഴും നോട്ടീസ് ലഭിച്ചിട്ടില്ല എന്നാണ് അധികൃതർ വിശദീകരിക്കുന്നത്. അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. അശ്വിൻ, ഈ നോട്ടീസ് അതിന്റെ പകർപ്പ് മാധ്യമങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ട്, നമുക്കും കിട്ടിയിട്ടുണ്ട്. അത് ഫ്ലവർ ഷോ സംഘാടകർക്ക് മാത്രം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും അശ്വിൻ? എന്തായാലും അവർ കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതിൽ ഗുരുതരമായ പരിക്കാണ് ഈ വീട്ടമ്മയ്ക്ക് ഏറ്റിരിക്കുന്നത്. അവരുടെ ഒരു കൈ പൂർണ്ണമായും ഒടിഞ്ഞു. ഒപ്പം മുഖത്തടക്കം പരിക്കുണ്ട്. അല്പസമയം മുമ്പ് അവരുടെ ബന്ധുക്കളെ വിളിച്ചപ്പോൾ അവിടെ ഓപ്പറേഷന് വേണ്ടി കയറ്റിയിരിക്കുകയാണ്, ICUവിലാണ്, ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി കയറ്റിയിരിക്കുകയാണ്. എന്തായാലും കൊച്ചി കോർപ്പറേഷൻ ഇന്ന് രാവിലെയാണ് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ടിക്കറ്റ് കൗണ്ടർ പ്രവർത്തിക്കുന്നുണ്ട്, ആളുകൾ വന്നു പോകുന്നുണ്ട്, അകത്ത് വിപുലമായ രീതിയിൽ പരിപാടിയും നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു സ്റ്റോപ്പ് മെമ്മോ കിട്ടിയിട്ടും അതിനെ കൂസാതെ വലിയ തോതിലുള്ള ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ ഇപ്പോഴും അകത്തേക്ക് കയറ്റുന്നുമുണ്ട്. ഇന്നലെ ഈ അപകടത്തിന്റെ വിവരങ്ങളിലേക്ക് വന്നാൽ ഇതിന്റെ പവലിയനുണ്ട്. ആ പവലിയനിൽ വെള്ളം കെട്ടിക്കിടക്കുകയായിരുന്നു. അത് അങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഈ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ട് അതിലേക്ക് പോകാൻ. ഈ ഫ്ലവർ ഷോ നടക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ അത് നടന്നു പോവുകയാണ്. ഈ പവലിയൻ പൂർണ്ണമായും ഇടിഞ്ഞു വീഴുകയും ഈ വീട്ടമ്മ താഴേക്ക് വീഴുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് കൈ ഒടിയുന്നത്. എന്തായാലും ഈ സ്റ്റോപ്പ് മെമ്മോയിൽ കൃത്യമായി പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു അപകടം ഉണ്ടായ സാഹചര്യത്തിൽ ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല, എത്രയും വേഗം ഇത് സ്റ്റോപ്പ് മെമ്മോ കിട്ടിയ അടിസ്ഥാനത്തിൽ ഇത് നിർത്തിവെക്കണം എന്നുള്ള നിർദ്ദേശം അതിൽ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ കൊച്ചി നഗരസഭയുടെ സൂപ്രണ്ട് ഒപ്പിട്ട് നൽകിയ സ്റ്റോപ്പ് മെമ്മോ ലഭിച്ചിട്ടും അതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ പുറത്തു വന്നിട്ടുമാണ് ഇപ്പോഴും ഈ ഫ്ലവർ ഷോ ഇതേ രീതിയിൽ നടക്കുന്നത്. എന്തായാലും അധികൃതർ അതിനെ കൂസാതെ മുന്നോട്ട് പോവുകയുമാണ്. വിജയകുമാർ. എറണാകുളം ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. കോർപ്പറേഷൻ സ്റ്റോപ്പ് മെമ്മോ നൽകിയതാണ്, അതിൻ്റെ വിവരങ്ങളൊക്കെ സംഘാടകരെ അറിയിച്ചതാണ്. GCDയുടെ സഹകരണത്തോടെയാണ് ഈ പരിപാടി നടക്കുന്നത്. പക്ഷേ അത് നിർത്തിവെച്ചിട്ടില്ല, ഇന്ന് തീരുകയാണ്. അപ്പോൾ അവസാന ദിവസം അത് ഈ നോട്ടീസ് മൂലം അത് നിർത്തിവെക്കില്ല, തുടരുമെന്ന് സംഘാടകർ അറിയിക്കുന്നു. അവർക്ക് നോട്ടീസ് കിട്ടിയിട്ടില്ല എന്നാണ് വിശദീകരണം. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്.